എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ആർക്കിടെക്ചറൽ വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാസ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന വീട് തന്നെയാണ്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള റോഡുകൾ നമുക്ക് കാണാം. മനോഹരമായ ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രിൽ വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന ഒരു സ്പേസാണ് ചുറ്റുമതിലിൽ. ഇവിടെയായി ഒരു സിംഗിൾ ഗേറ്റ് വരാനുണ്ട്. കൂടാതെ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് ഈ ഭാഗത്തും, ആ ഒരു ഗേറ്റിൻ്റെ വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ആയുള്ളൂ. കയറി വരുന്നത് കവേഡോട് കൂടി വരുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. ഇൻ്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനാണ് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റമെല്ലാം ഈ ഒരു ഭാഗത്തും ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നമുക്ക് കാണാൻ കഴിയും. ഗ്യാസ് സിലിണ്ടർ വെക്കാവുന്ന ഗ്രില്ലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു കോർണർ സെറ്റ് ചെയ്തിരിക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായ ടൈലുകൾ തന്നെയാണ്. ഇവിടെയായി നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെയായി നല്ലൊരു പാർട്ടീഷനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഫൈൽ ലൈറ്റുകളും കാണാൻ കഴിയും. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ വരുന്ന ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഇവിടെ കാണാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൻഡോകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം മനോഹരമായി തന്നെയാണ് എല്ലാ സ്പേസും നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ക്രോക്കറി ഷെൽഫും കാണാം. 3 ഫേസ് കണക്ഷനാണ് ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും വി-ഗാർഡിൻ്റെ വയറുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. നല്ല മനോഹരമായ ഒരു ബേജി കളറിൽ വരുന്ന കബോർഡ് വർക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു കിച്ചൺ കൂടാതെ നമ്മൾ പുറത്ത് നിന്ന് കണ്ടതാണ്. ഇവിടെയായി നല്ല വിശാലമായൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റോളം കൂടി വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഡോറുകളാണ് കബോർഡിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ജാഗൂറിൻ്റെ കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം ഉപയോഗിച്ചാണ് ഇവിടെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു സംഭവം മാത്രം ഇനി ഫിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. നല്ല ഡബിൾ ഹൈറ്റോട് കൂടി വരുന്നൊരു സ്പേസ് വാഷ് കൗണ്ടറിനായി ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് വുഡിലും സ്റ്റീലിലുമാണ്, ഇരുമ്പിലും വുഡിലുമാണ്. അത്യാവശ്യം തേക്കോട് കൂടി വരുന്ന ഹാൻഡ് റെയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ള് വുഡ് വെച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ തന്നെയാണ്. ഈ സ്റ്റെയറിൻ്റെ ബാക്കിലായി നല്ല വിശാലമായൊരു ഗ്ലാസ് നമുക്ക് കാണാൻ കഴിയും. UPVC ഗ്ലാസ് ഡോറുകളാണ്. ഫുള്ള് വുഡിലും ഇരുമ്പിലും നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരാം. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും നല്ല ഷാൻലിയർ ലൈറ്റെല്ലാം കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ ഭാഗം കാണാം. ടഫൻ ഗ്ലാസ്സോട് കൂടി വരുന്ന ഒരു വിൻഡോയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് മുകളിലെ നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയായി നല്ലൊരു സ്റ്റഡി യൂണിറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. 2 ബെഡ്റൂമാണ് മുകളിലെ നിലയിൽ ലഭ്യമാവുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ല മനോഹരമായി തന്നെയാണ് ഈ ബെഡ്റൂം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കബോർഡ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്ന രീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ബഡ്ജറ്റിന് ഉതകുന്ന എല്ലാ രീതിയിലുള്ള വീഡിയോയും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 4.5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.